ഇത് സൂട്ടബിൾ ആൻസർ ആണ്. ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ വരുന്നത് എ ആണ്. 10 × 3 × 2 10 × 3 × 2 ആണ് ആൻസർ വരിക. ഞാനിതിൽ മാർക്ക് ചെയ്യാം. ഇതാണ് ആൻസർ വരിക. നെക്സ്റ്റ് വരുന്നത് നമുക്ക് റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. രണ്ടാമത്തതിന്റെ ആൻസർ വരുന്നത് എ ആണ്. Statement 1 is true, statement 2 is false. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, if the length of the sides of 2 triangles are the same, then their angles are also same. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ആൻസർ ഫാൾസ് ആണ്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് 123 സ്ക്വയർ അവർ തന്നിട്ടുണ്ട്. 12.3 ദ ഹോൾ സ്ക്വയറിന്റെ ആൻസർ നമ്മൾ കാണണം. അതിന്റെ ആൻസർ വരുന്നത് ഇതാണ്. ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അതായത് 151.29 എന്നാണ് ആൻസർ വരിക. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ റെഗുലർ പോളിഗൺസ്. ഇതിൽ ഏതൊക്കെയാണ് റെഗുലർ പോളിഗൺസ്? 1 2 3 4 എന്ന് പറഞ്ഞ 4 ഫിഗർ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഡി ആണ്. 1 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഫസ്റ്റ് ഫിഗറും അതുപോലെ ഫോർത്ത് ഫിഗറുമാണ് റെഗുലർ പോളിഗണിൽ വരിക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ 4 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അടുത്തത് വരുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ABCD is a parallelogram. ഇവിടെ നമുക്ക് ABCD എന്ന് പറഞ്ഞൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിൽ 25 ഡിഗ്രിയും 55 ഡിഗ്രിയും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇത് കണ്ടുപിടിക്കണം. ഈ ഡി കണ്ടുപിടിക്കണം. ആംഗിൾ ADC ആൻഡ് ആംഗിൾ ABC നമ്മൾ കണ്ടുപിടിക്കണം. ആൻസർ നോക്കാം. കണ്ടല്ലോ, ആംഗിൾ ADC എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ് വരിക. എന്താ ഇതുപോലെ 100 ഡിഗ്രി വരും. അതുപോലെ തന്നെ ആംഗിൾ ABC എന്ന് പറയുന്നത് 100 ഡിഗ്രി വരും. അതെങ്ങനെ വന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇത് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തത് വരുന്നത് 6ാമത്തെയാണ്. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ആണ്. 2 1/2 ദ ഹോൾ സ്ക്വയർ തന്നിട്ട് നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. 7 1/2 ദ ഹോൾ സ്ക്വയറും കംപ്ലീറ്റ് ചെയ്യാനായി തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ നോക്കാം. 6ാമത് വരുന്നത് കണ്ടല്ലോ, 2 1/2 ദി ഹോൾ സ്ക്വയർ. 2 1/2 നമ്മൾ 2 + 1/2 ദി ഹോൾ സ്ക്വയർ ആക്കി മാറ്റി. AB എന്ന് പറഞ്ഞിട്ട് 2 ഫോം ആയത് മാറി. ദെൻ വരുന്നത് 2² + 2 × 2 × 1/2 + 1/2 ദി ഹോൾ സ്ക്വയർ വരും. നമുക്കത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 2² + 2 + 1/4 ഇതാണ് ആൻസർ വരിക. അടുത്തത് 7 1/2 ദി ഹോൾ സ്ക്വയറിനെ 7 + 1/2 ദി ഹോൾ സ്ക്വയറിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 7² + 2 × 7 × 1/2 + 1/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 7² + 7 + 1/4 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? ലാസ്റ്റ് ഫൈനൽ ആൻസർ വരുന്നത് 56 + 1/4 ആണ് വരിക കേട്ടോ. നെക്സ്റ്റ്, ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 3600 ഡിഗ്രി വൈ. അപ്പൊ ഏതെങ്കിലും ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് 3600 വരികയാണെങ്കിൽ എന്തുകൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ യെസ് ആണ് ആൻസർ വരിക. 3600 എന്ന് പറയുമ്പോൾ 20 × 180 ഡിഗ്രി ചെയ്താൽ നമുക്ക് 3600 ഡിഗ്രി കിട്ടും. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി ആണ്. അതായത് ഏതൊരു പോളിഗണിന്റെയും എല്ലാ ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി തന്നെയാണ് വരിക. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 180 ഡിഗ്രി മൾട്ടിപ്ലൈഡ് ബൈ 2 ലെസ് ദാൻ ദ നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 8th ആണ്. 8ാമത്തെ വരുന്നത്, ഇൻ ദ ഫിഗർ perpendicular sides of the right triangle are equal. Find the measures of two small angles ആണ്. ഇവിടെ perpendicular sides of the right triangles equal ആണ് എങ്കിൽ ആ 2 ചെറിയ ആംഗിൾസിന്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് വരിക. അതിന്റെ ആൻസർ വരുന്നത് സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ടു സ്മോൾ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഒരു 90 ഡിഗ്രി അവർ തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2, നമുക്ക് മൊത്തത്തിൽ 180 ഡിഗ്രി ആണല്ലോ. അപ്പൊ 180 90 ഡിഗ്രി പോയാൽ ബാക്കി ഒരു 90 ഡിഗ്രി ഉണ്ടാവും. ആ 90 ഡിഗ്രീനെ നമ്മൾ 2 ഭാഗത്തേക്കും എന്ത് ചെയ്ത് കൊടുക്കണം? ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 90 / 2 ചെയ്യുക. അപ്പൊ സ്മോൾ ആംഗിൾ എന്തെന്ന് കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും. ഇഫ് 2 sides of a triangle are equal, then their opposite angles are also equal. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ 8ാമത്തെയാണ് ഇപ്പൊ ചെയ്തത്. ഇനി നമുക്ക് 9ാമത്തെയാണ്. സെക്ഷൻ സിയിൽ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വീതമാണ്. ആദ്യം നമുക്ക് 9th നോക്കാം. 9th ഒരു ഫിഗർ തന്നിട്ടുണ്ട്. In the figure, the shaded rectangle is obtained by adding and subtracting the sides of the square by 1 centimeter തന്നിട്ടുണ്ട്. നമുക്കതിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ആൻസർ, ലാർജർ സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ടു x + 1 കൊടുത്തു. സ്മോളർ സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ x - 1 കൊടുത്തു. ഇതില് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷേഡഡ് റെക്ടാംഗിൾ ആണ്. ഏരിയ ഓഫ് ദ ഷേഡഡ് റെക്ടാംഗിൾ x + 1
ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ വരും, എക്സ് സ്ക്വയർ മൈനസ് 1 ആൻസറും വരും കേട്ടോ. ഇനി നമുക്ക് തേർഡ് വരുന്നത് വിച്ച് ഹാസ് മോർ ഏരിയ, സ്ക്വയർ ഓർ റെക്ടാങ്കിൾ. സ്ക്വയറിനാണോ റെക്ടാങ്കിളിനാണോ ഏരിയ കൂടുതലെന്നാണ് ചോദ്യം. അപ്പൊ 9th വരുന്നത് സ്ക്വയർ ഹാസ് മോർ ഏരിയ. അപ്പോൾ ഏരിയ കൂടുതൽ എപ്പോഴും സ്ക്വയറിനായിരിക്കും. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 10th ആണ്. 1 ഇന്നർ ആംഗിൾ ഓഫ് ദ റെഗുലർ പോളിഗൺ ഈസ് 135 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരു റെഗുലർ പോളിഗണിന്റെ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രി ആണ്. വാട്ട് ഇസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? അങ്ങനെയെങ്കിൽ ഈ പോളിഗണിന്റെ 1 ഔട്ടർ ആംഗിളിന്റെ മെഷർ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 135 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് രണ്ടാമത്തെ ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പോളിഗണിന് എത്ര സൈഡ്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആണല്ലോ. നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ ആ 360/45 ചെയ്യുക. അപ്പൊ നമുക്ക് 8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് 10 ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. സെക്ഷൻ സിയുടെ ആൻസേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് അടുത്തത് 11th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഇൻ ദ ഫിഗർ ഓൾ ദ സൈഡ്സ് ഓഫ് quadrilateral ആർ ഈക്വൽ. പ്രൂവ് ദ ലൈൻ ജോയിനിങ് ദ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് ദിസ് quadrilateral bisects angles at these vertices, or prove that if two sides of a triangle are equal then their opposite angles are also equal. ഇങ്ങനെയാണ് 11A 11B പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ്. നമ്മൾ രണ്ടിന്റെ ആൻസറും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം 11A നോക്കാം. 11A വരുന്ന സമയത്ത് നമ്മുടെ ഫിഗർ ഇതാണല്ലോ. അപ്പൊ ഇവിടെ ഒരു മിനിറ്റ്. ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു ഡി സി ഈക്വൽ ടു എ ഡി ഈക്വൽ ടു ബി സി. ഈ 4 വശങ്ങളാണ് കേട്ടോ ഈക്വൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. സിൻസ് എ ബി സി ഇസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ, പിന്നെ അതിൽ നമ്മൾ സെൻട്രൽ കൂടെ ഒരു ഡയഗണൽ വരച്ച് 2 ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഐസോസ്ലസ് ആണ്. എ ബി സി എന്ന് പറയുന്നത് ഐസോസ്ലസ് ആണ്. ആ എ ബി സിനെ തന്നെ നമ്മൾ ആംഗിൾ എ സി ബി എന്ന് ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി. എ ബി ഈക്വൽ ടു എ സി ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമായിരിക്കും. സിൻസ് എ ഡി സി ഇസ് എൻ ഐസോസ്ലസ് ട്രയാങ്കിൾ, ആംഗിൾ സി എ ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. എ ഡി ഈക്വൽ ടു ഡി സി എന്ന് വരും. സിൻസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് എ ഡി സി ആർ ദ സെയിം, ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പൊ നമുക്കിവിടെ കോമൺ സൈഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. എ സി ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് വരിക. ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ഡി, ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ സി എ ഡി എന്ന് വരും. ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, ദെൻ 11th ബി എന്ന് പറയുന്നത് prove that if two sides of a triangle are equal then their opposite angles are also equal. നമ്മൾ പ്രൂവ് ചെയ്യണം. നോക്കിക്കോളൂ, ഇവിടെ ട്രയാങ്കിൾ എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ട്. എ ബി ഈക്വൽ ടു എന്താണ്? എ സി ആണ്. ഈ 2 സൈഡും ഈക്വൽ ആണ്. ടേക്ക് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് ബി സി എസ് എം. ബി സിയുടെ മിഡ് പോയിന്റ് ആയി എം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി എം ഈക്വൽ ടു സി എം എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ കൊടുത്തു. സിൻസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് എ എം ബി ആൻഡ് എ എം സി ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. എ ബി ഈക്വൽ ടു എ സി, ബി എം ഈക്വൽ ടു സി എം. എ എം ഇസ് ദ കോമൺ സൈഡ്. ഇവിടെ എ എം ആണ് കോമൺ സൈഡ്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ. ദെൻ നമുക്ക് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് എ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 35 സ്ക്വയർ 1225 തന്നിട്ടുണ്ട്. എന്നിട്ട് കാൽക്കുലേറ്റ് ദ സ്ക്വയർ ഓഫ് 36ഉം വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് 33യും കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് ആദ്യം നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് 36ന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യം 36നെ സ്പ്ലിറ്റ് ചെയ്യുക. 35 + 1 ആക്കുക. 35 + 1 ദി ഹോൾ സ്ക്വയർ ആക്കുക. ദെൻ ഫോർമുല അപ്ലൈ ചെയ്യാണ് കേട്ടോ. 35 സ്ക്വയർ + 2 × 35 × 1 + 1 സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് 1225 + 70 + 1 വരും. ആൻസർ 1296 ആണ്. 33 സ്ക്വയറിനും ഇതുപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 35 - 2 ദി ഹോൾ സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ a - b ദി ഹോൾ സ്ക്വയർ ഫോർമുലയാണ് ഇത് വരിക. 35 സ്ക്വയർ - 2 × 35 × 2 + 2 സ്ക്വയർ വരും. 1225 - 140 + 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 1089 ആൻസർ വരും. നെക്സ്റ്റ് വരുന്നത് 12B ആണ്. നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. അടുത്ത റൈറ്റ് നെക്സ്റ്റ് ലൈൻ ചെയ്യണം. ആൻഡ് റൈറ്റ് 15 as the difference of two perfect squares in two different waysഉം ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ആ ഒരു പാറ്റേൺ വരുമ്പോൾ 9 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ - 4 സ്ക്വയർ എന്നൊരു പാറ്റേൺ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആണ് 15. അപ്പൊ 15 നമ്മൾ 15 × 1 എഴുതി. എന്നിട്ട് കണ്ടല്ലോ ഇതുപോലെ വരും കേട്ടോ. 8 സ്ക്വയർ - 7 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും. അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് ഇതുപോലെ ചെയ്യാം. 4 സ്ക്വയർ - 1 സ്ക്വയറും ഈ 15 തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്.
നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ ഡിയിൽ 13, 14 രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 13 വാട്ട് ഇസ് ദ മെഷർ ഓഫ് വൺ ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. റെഗുലർ പെന്റഗണിന്റെ ഒരു ഔട്ടർ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. പെന്റഗൺ 5 സൈഡാണ്. സോ ഔട്ടർ ആംഗിൾ 360 ആണ്. 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 ഡിഗ്രി കിട്ടും. 72 ഡിഗ്രിയാണ് ആൻസർ വരിക. അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഡ്രോയിങ് 5 cm long and another line of 4 cm at one of its ends making an angle of 108 degree for continuing this and completing the regular pentagon. നമ്മൾ പെന്റഗണിന്റെ ഒരു വശം എന്ന് പറയുന്നത് 108 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇതുപോലെ അത് വരച്ച് ഫില്ല് ചെയ്യുക. അനദർ വേയിൽ നമുക്ക് ഇതുപോലെയും അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് 14 ആണ്. 14 നമുക്ക് സ്ക്വയർ ഓഫ് 2 ഡിജിറ്റ് നമ്പറിന് പെർട്ടിക്കുലർ മെത്തേഡ് കണ്ടുപിടിക്കണം. റൈറ്റ് ദ നമ്പേഴ്സ്. ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ആ നമ്പറുകൾ നമ്മൾ മാർക്ക് ചെയ്യണം. ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ് എന്ന് ഇവിടെ ഏതിന്റെ സ്ക്വയറാ കണ്ടുപിടിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ എന്നും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. 14 ഇതാണ് ആൻസർ വരിക. ഫസ്റ്റ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 40. A 40 ആണ്. B 6 ആണ്. C ഈക്വൽ ടു D ആണ്. അപ്പോൾ രണ്ടും കൂടി 240 ആണ് വരും കേട്ടോ. സിയും 240 ആണ്, ഡിയും 240 ആണ്. ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ആൻസർ വരുന്നത് 46 ആണ്. മൂന്നാമത്തെ ആൻസർ വരുന്നത് 2116 ആണ്. ഇനി നമുക്ക് 15A അതിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബിയും ഉണ്ട്. അതുപോലെ തന്നെ 15A വരുന്ന റൈറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ് എൻഡ് ഇൻ 6 ആണ്. അപ്പോൾ 6 എൻഡ് ചെയ്യണം. 2 സ്ക്വയർ ഓഫ് 2 നമ്പേഴ്സ് എഴുതണം. ഈ സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ് ഇൻ 6 എക്സ്പ്ലെയിൻ യൂസിങ് അൽജിബ്ര വെച്ചിട്ട് എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 15A ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തെ ആൻസർ 6ന്റെ സ്ക്വയർ 36ഉം 16ന്റെ സ്ക്വയർ 256. അപ്പോൾ 15A രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ് ഇൻ 6. ഓൾ നമ്പേഴ്സ് എൻഡിങ് ഇൻ 6 ക്യാൻ ബി റിട്ടൺ ഇൻ ദ ജനറൽ ഫോം 10n+6. 10n plus 6 the whole square is equal to 10n square plus 2 into 10n into 6 plus 6 square എന്ന് വരും. അപ്പോൾ ഈ 10ന്റെ സ്ക്വയർ ആണ് 100. n into n സ്ക്വയർ കേട്ടോ. 100n square plus 120n plus 36 എന്ന് വരും. 100n square plus 120n plus 30 plus 6. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ 120n അവിടെ തന്നെ നിർത്തുക. n കൂടുതലുള്ളവരെയൊക്കെ അതേപോലെ തന്നെ നിർത്തുക. 30 then 6 ഉണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. അത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 10ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. വൺസിന്റെ പ്ലേസിൽ ഡിജിറ്റ് എന്ത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് 6 കിട്ടിയിട്ടുണ്ടല്ലോ. വൺസ് പ്ലേസ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 6 ടു ദ മൾട്ടിപ്പിൾസ് ഓഫ് 10 is 6. ഓക്കെ, ഇതിനെ നമുക്ക് അനദർ വേയിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലും ഇത് തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. 15A ആൻസർ അതാണ്. 15B നമുക്കുണ്ട്. 15Bയുടെ ആൻസർ നോക്കാം. 15Bയുടെ ഫസ്റ്റത്തെ ആൻസർ 1ഉം 0 ആണ്. 2 നോൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 ലീവ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 3. ഓൾ നമ്പേഴ്സ് വിച്ച് ലീവ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ക്യാൻ ബി റിട്ടൺ ഇൻ ദ ജനറൽ ഫോം 3n+1. 3n+1 ദി ഹോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇത് വരും 9n² plus 6n+1 വരും. ഓക്കെ, അതിന് നമ്മൾ മാറ്റുമ്പോൾ 9n² plus 6n is a multiple of 3 എന്ന് വരും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയി പറയാത്തത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് ആയിരിക്കും ആവശ്യം. നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 15B ഇങ്ങനെയാണ് വരിക. 15B തന്നെ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. ഈ മെത്തേഡും അത് തന്നെയാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ളത് ചെയ്യാം കേട്ടോ. അടുത്തത് 16th ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആംഗിൾ AOC കാണണം. ഫൈൻഡ് 3 ആംഗിൾസ് ഓഫ് ആംഗിൾ ABC കാണണം. ബി ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് 16 ആദ്യം നോക്കാം. കണ്ടല്ലോ, 16 OA ഈക്വൽ ടു OB ഈക്വൽ ടു OC ആണ്. ഇത് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈക്വൽ ആയിരിക്കും. ദെൻ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആംഗിൾ AOC ഈക്വൽ ടു 110 ഡിഗ്രി വരും. രണ്ടാമത്തേത് ആംഗിൾ OBC ഈക്വൽ ടു ആംഗിൾ OCB ആണ്. ആൻസർ 55 ഡിഗ്രി ആണ്. ദെൻ ആംഗിൾ OAC ഈക്വൽ ടു ആംഗിൾ OCA, ആൻസർ 35 ഡിഗ്രി ആണ്. ഇത് ആംഗിൾ AOC എന്ന് പറഞ്ഞ ഐസോസിലസ് ആണ്. ഐസോസിലസ് ട്രയാംഗിൾ പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ ആംഗിൾ A 35 ഡിഗ്രി കിട്ടി. ആംഗിൾ B 55 ഡിഗ്രി. ആംഗിൾ ACB 90 ഡിഗ്രി. ഇനി 16Bയുടെ ആൻസർ വരുന്നത് ഇതാണ്. നമ്മുടെ ഫിഗർ വരിക ആംഗിൾ AMC ഈക്വൽ ടു ആംഗിൾ AMC ഈക്വൽ ടു ആംഗിൾ BMD ആണ്.
When a line crosses another line, the two small angles are of the same measure and the two large angles are of the same measure. And രണ്ടാമത്തെ ആൻസർ വരുന്നത് triangles AMC and BMD are equal. AM equal to BM ആണ്, CM equal to DM ആണ്, angle AMC equal to angle BMD ആണ്, AC equal to BD എന്നും വരും. AC എന്ന് പറയുന്നത് ഇതാണ് and BD എന്ന് പറയുന്നത് ഇതാണ്. The sides opposite to equal angles of equal triangles are also equal.